ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് CP+ൻ്റെ Ezykam. Ezykam CPE25A എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇതൊരു വൈഫൈ ക്യാമറയാണ്. നോർമലി ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു വൈഫൈ ക്യാമറയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ചെറിയ കടകളിലൊക്കെ ആണെങ്കിൽ കടകളിലൊക്കെ വെക്കാൻ പറ്റിയ തരം ഒരു ഇടത്തരം വില കുറഞ്ഞ ഒരു വൈഫൈ ക്യാമറയാണ്. ഇതിനകത്ത് മോഷൻ ഡിറ്റക്റ്റിംഗ്, 180p വീഡിയോ റെക്കോർഡിംഗ്, ഫുൾ HD എന്ന് വേണ്ട ഒരു ഇതുള്ള എല്ലാ വൈഫൈ ക്യാമറയിലും കാണുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് വരുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. ഇതിനകത്ത് ഒരു മാനുവൽ ഗൈഡ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു മാനുവൽ ഗൈഡ്. ഇതാണ് ക്യാമറ തന്നെ ആദ്യം എടുക്കാം. ഇതാണ് വരുന്ന ക്യാമറ, CP+ൻ്റെ നമ്മളിപ്പോൾ പറയുന്ന CPE25A ക്യാമറ. ഈ ക്യാമറയുടെ കൂടെ വരുന്നത് ഒരു അഡാപ്റ്റർ. നോർമലി വൈഫൈ ക്യാമറ എല്ലാ ക്യാമറയ്ക്കും വരുന്നത് തന്നെ, വൈഫൈ ക്യാമറയ്ക്ക് വരുന്നത് തന്നെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അതിൻ്റെ ചാർജർ പിന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ള USB ടൈപ്പ് C ടൈപ്പ് ചാർജറാണത്. ഈ കാണുന്ന ക്യാമറ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാവുന്ന, വളരെ സിമ്പിളായിട്ട് തന്നെ ഫിക്സ് ചെയ്യാവുന്ന ഒന്നാണ്. ഈ ഒരു സ്റ്റിക്കർ ഈ ഒരു ക്യാമറയുടെ പുറത്തുണ്ടാവും. അത് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ നേരത്ത്, അതായത് നമ്മളത് കോൺഫിഗർ ചെയ്യാൻ നേരത്ത് ആ ഒരു സ്റ്റിക്കർ പൊളിച്ച് കളയാം. അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നമുക്കത് പൊളിച്ച് കളഞ്ഞിട്ട് വേണം അത് ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട്. പിന്നെ ഇത്തരം ക്യാമറകളിൽ, ഈ ഒരു വൈഫൈ ക്യാമറകളിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇത് 128 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഈ CP+ൻ്റെ E25A ക്യാമറ. ഇതാണ് അതിൻ്റെ മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ട്. ഇതൊരു 360 ഡിഗ്രി പാൻ ചെയ്യപ്പെടുന്ന 360 ഡിഗ്രി വ്യൂ ലഭിക്കുന്ന ഒരു ക്യാമറയാണ്. അതിൻ്റെ റൊട്ടേഷൻ ഈ ഒരു ലെവലിലായിരിക്കും. ഇത് അതിൻ്റെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു പോർഷനാണ്. ഇനി ഈ കാണുന്ന എൻ്റെ ചാർജിങ് പോർട്ട് C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് വരുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട്. ആ റീസെറ്റ് ബട്ടണിലേക്ക് പിടിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാനും ഈ ക്യാമറ റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നു. സോ ഈ കാണുന്നതാണ് അതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള, അതായത് നമുക്ക് ബോക്സിലൊക്കെ ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡൽ ഫിക്സ് ചെയ്യാനുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോർഷനാണിത്. അത് നമുക്ക് അവിടെ നിന്ന് ഊരിയെടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാർജറാണ്. ഇതാണ് ചാർജർ വരുന്നത്. ഇതിൻ്റെ USB to C ചാർജറാണത്. സോ USB നമുക്ക് കണക്ട് ചെയ്യാം. USB ചാർജറിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ C പോർട്ടാണ് അതിൻ്റെ കണക്റ്റിംഗ് പോർട്ട് വരുന്നത്. C ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ ബോക്സിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ക്യാമറ ബോക്സിൽ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്യാമറ ഘടിപ്പിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഒരു ക്യാമറ ബോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറ ബോക്സിൻ്റെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ബോക്സിൻ്റെ മുകളിലും നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്യാമറ ഇതുപോലെ വെച്ചിട്ട്, ഇത് ഒരു ലോക്കാണ്, തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും. സോ നമുക്ക് കാണാം ആ ഒരു ലോക്ക്, എൻ്റെ പൊസിഷൻ കാണാം. സോ അത് തിരിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് നേരെയാണെങ്കിൽ നേരെ വയ്ക്കാം, ഇല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് തലതിരിച്ചും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ വളരെ ആ ഒരു ബോക്സ് ഘടിപ്പിച്ചും വയ്ക്കാം, ബോക്സ് ഇല്ലാണ്ട് നമുക്ക് വയ്ക്കാം, നമ്മുടെ സൗകര്യം അനുസരിച്ച് വയ്ക്കാം. ഇത്തരത്തിൽ നമുക്ക് ഒരു ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ തലകീഴാക്കിയും ഇതിൻ്റെ വ്യൂ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. സോ ഇതിനെയും നമുക്ക് ആ ഒരു ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കാണിക്കും. ഇതാണ് അതിൻ്റെ ലോക്ക് ജസ്റ്റ് അത് വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ഫിറ്റ് ചെയ്ത് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതായത് നമുക്ക് ക്യാമറ ഓണാക്കാനായിട്ട് ജസ്റ്റ് അത് ചാർജർ കുത്തുക. C ടൈപ്പ് ചാർജറാണുള്ളത്. അത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ക്യാമറയ്ക്ക് പവർ കൊടുക്കുമ്പോൾ തന്നെ ക്യാമറ അത് ഓണാകുമ്പോൾ, വൈഫൈ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഓണാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് സ്പീക്കർ ഉണ്ടാകുന്നതാണ്. വൈഫൈ ക്യാമറ ഓണായെന്നും അത് വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുള്ള മെസ്സേജ് നമുക്കത് ഓണാകുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിൽ പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമറയുടെ
ആപ്ലിക്കേഷൻ ഉണ്ട് Ezykam-ൻ്റെ തന്നെ ആപ്ലിക്കേഷൻ. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ്, ക്യാമിൻ്റെ ഇൻ്റർഫേസ് വരും. എല്ലാം അലോ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈനപ്പ് ചെയ്യുക. നമ്മുടെ പേരും പാസ്വേഡൊക്കെ അടിച്ച് സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിൽ ID വരും. അപ്പോൾ ആ ഒരു കോഡും നമ്മൾ എൻ്റർ ചെയ്യുക. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സാണത്. എന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പാസ്വേഡും കൊടുത്ത് അത് സെറ്റ് ചെയ്യുക. വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് മോഡൽ എന്ന് വെച്ചാൽ ആ മോഡൽ, നമ്മളിപ്പോൾ പറഞ്ഞ മോഡൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കുക. പാസ്വേഡ് കണക്ട് ചെയ്യാനായിട്ട് ഈ ഇങ്ങനത്തെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ അഭിമുഖമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവുകയും നമുക്കൊരു ഇൻ്റർഫേസ്, ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് മോഷൻ ട്രാക്കിംഗ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്ഷൻസ് മാറ്റാനായിട്ട് സാധിക്കും. 2-വേ കമ്മ്യൂണിക്കേഷൻ, അതായത് വോയിസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് 2-വേ കമ്മ്യൂണിക്കേഷനും സാധ്യമാക്കും. ഇത്ര എളുപ്പത്തിൽ തന്നെ ഈ ഒരു ക്യാമറയുടെ കോൺഫിഗറേഷൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.